നമസ്കാരം സ്വാമി. ഓം നമ ശിവായ. എവിടുന്നാ വരുന്നേ? കുറച്ച് ദൂരേന്നാ. ഇവരും മല കയറാൻ വന്നതാണോ? ആ അതെ സ്വാമി. സാധാരണ സ്ത്രീകളാരും മല കയറാൻ വരാറില്ല. കയറാൻ പറ്റാത്തത് കൊണ്ടല്ല, അപകടം നിറഞ്ഞ സ്ഥലമാണിത്. കാട്ടുമൃഗങ്ങളുടെ ആക്രമണം ഏത് നിമിഷവും പ്രതീക്ഷിക്കാം. 2 ദിവസം മുമ്പ് ഒരു ഫോറസ്റ്റ് ഗാർഡിനെ ആന ചവിട്ടിക്കൊന്നു. ഭയപ്പെടുത്താൻ വേണ്ടി പറയുന്നതല്ല, മുന്നോട്ട് പോകുമ്പോൾ വരാൻ പോകുന്ന അപകടങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് തന്നേ ഉള്ളൂ. ഞങ്ങൾക്ക് ഈ മല കയറി നേർച്ചയും വഴിപാടും ഒക്കെ കഴിക്കണം സ്വാമി. ഇല്ലെങ്കിൽ പിന്നെ ഇനി 5 വർഷം കാത്തിരിക്കണ്ടേ. ആ മഹാദേവൻ വിളിക്കാതെ ആർക്കും ഇവിടെ വരാൻ സാധിക്കില്ല. എത്രയോ വർഷങ്ങളായി ഞാനിവിടെ സ്ഥിരം വരുന്നു. ആദ്യമൊക്കെ സ്ത്രീകളിൽ ചിലർ വന്നിരുന്നു. അവരിൽ പലരും അപകടത്തിൽപ്പെട്ടു, ചിലർ മരണപ്പെട്ടു. പിന്നീട് സ്ത്രീകളാരും വരാതായി. സ്വാമി ഇതൊക്കെ പറഞ്ഞ് ഞങ്ങളെ പേടിപ്പിക്കുകയാണോ? ഞങ്ങൾക്കങ്ങനെ ഒരു പേടിയില്ല. ഈ മല കയറാൻ ഉറപ്പുള്ളതുകൊണ്ട് തന്നെയാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. അടുത്ത കാൽപാദം ചവിട്ടുന്ന മണ്ണിന് ഉറപ്പുണ്ടോയെന്ന് നമുക്കറിയില്ലല്ലോ. താഴേക്ക് പോയ ശ്വാസം മുകളിലേക്ക് വരുമോ എന്ന് നമുക്കറിയില്ല. ഒന്നിനും ഒരു ഉറപ്പുമില്ല കുട്ടി. ഭാഗ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മല കയറാം. ഒരു കാര്യം ചെയ്യാം, ഇവനെ നിങ്ങൾക്ക് കൂടെ കൂട്ടാം. ഈ കാട്ടിൽ ഇവനറിയാത്ത വഴികളില്ല. ഇവൻ നിങ്ങൾക്കൊരു സഹായമായിരിക്കും. മോനെ, ഇവരുടെ കൂടെ ചെല്ല. ശരി സ്വാമി. മല കയറുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ഓർക്കണം, അശുഭചിന്തകളൊന്നും പാടില്ല. സ്വാമി മല കയറുന്നില്ലേ? കയറണം, പക്ഷേ അതിനുള്ള സമയമായിട്ടില്ല. നിങ്ങൾ കയറിക്കോളൂ. മോനെ, നീ ഇവരുടെ കൂടെ മുകളിൽ ചെന്ന ഇവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. ശരി സ്വാമി. എന്നാ ഞങ്ങൾ പോയിട്ട് വരട്ടെ. ആഗ്രഹിച്ചു വന്ന കാര്യങ്ങളെല്ലാം നടക്കും. ഭക്തിയോടെ മല കയറിക്കോളൂ. ബാക്കിയൊക്കെ ഭഗവാൻ നോക്കിക്കോളും. ശരി സ്വാമി. സച്ചിട്ടാ പോവാം.